പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്റെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. എന്റെ പൊന്നു ചേട്ടാ എന്നോട് ചോദിക്കരുത്, ദയവ് ചെയ്ത് ആ വിഷയം എന്നോട് ചോദിക്കരുത്. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്നാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കോണ്ടന്റ് ഏതാന്നുള്ളത് മേ ബി തംബ്നെയിൽ കൂടിയും ടൈറ്റിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. രേണു സുധിയുടെ ക്യാൻസർ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഹെയ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു രേണു സുധീൻ്റെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സ്റ്റാർട്ടിങ് തൊട്ടേ രേണു നെഗറ്റീവ് കോൺട്രവേഴ്സിയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു കൂട്ടം ആൾക്കാർ രേണു സുധി എന്ന് പറയുന്ന ആക്ട്രസിന് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു നിന്നിരുന്നത്. എന്നാലും ഒരു വലിയ കൂട്ടം ഓഫ് ആൾക്കാർ, അല്ലെ വലിയ പില്ലർ ഓഫ് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഈ സപ്പോർട്ടിൽ രേണു ഇങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് രേണു സുധിക്ക് സബ്സ്ക്രിപ്ഷൻ വീഡിയോ അങ്ങോട്ട് കയറി ലീക്കാവുന്നത്. കാരണം അത്രയും നാൾ വരെ എല്ലാവരും പറഞ്ഞത് ആ 2 കുട്ടീനെ വളർത്താൻ വേണ്ടി അമ്മയുടെ ഒരു കഷ്ടപ്പാടിനെയാണ് നിങ്ങളെല്ലാവരും കയറി പറയുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനെ പോകുന്ന സമയത്താണ് ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ലീക്കാവുന്നത്. ലീക്കായതോടുകൂടി കുറേയൊക്കെ ജനങ്ങൾ നമ്മുടെ സൈഡിലോട്ടും വന്നു. അത് രേണുവിന് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നെഗറ്റീവ് കോൺട്രവേഴ്സി തന്നെയായിരുന്നു. അതിനു മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ പലതും ഊഹാപോഹങ്ങളാണെങ്കിൽ ഇതൊരു ട്രൂ ടു അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത കാറ്റഗറി ഓഫ് ആൾക്കാരിൽ നിന്നും ഒരുപാട് പേര് ഹെയ്റ്റിലോട്ട് പോവുകയും ഒരുപാട് പേര് റിപ്ലൈ തരാണ്ട് നിൽക്കുകയും ഒരുപാട് പേര് സൈലൻ്റ് ആവുകയും ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ നടന്നു. എന്നാൽ ആ ഹെയ്റ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് ഒരു ദിവസം ഷഫീനയുടെ ചാനലിൽ ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് രേണുവിന് ക്യാൻസർ ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ താഴെയും ഞാൻ കുറേ കമൻസ് കണ്ടു, ആ ഓഡിയോ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഷഫീന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി, അല്ലെ ഇന്നലെ ഒരു 2-3 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ രേണുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ രേണു സുധിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് ഒരു 1 വേർഡിൽ ആൻസർ പറഞ്ഞ് രേണുവിന് തീർക്കാവുന്നതേ ഉള്ളൂ. യെസ് എന്നൊരു സാധനമാണ് രേണു പറയുന്നതെങ്കിൽ ഹെയ്റ്റ് ഫുൾ മാറി ലവിലോട്ട് പോകും. പക്ഷേ ക്യാൻസർ ഇല്ല, അവിടെ നോ എന്ന് പറയുന്ന റിപ്ലൈ ആണ് പറയുന്നതെങ്കിൽ ബാക്ക് എവരി രേണുവിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലോട്ട് വീണ്ടും ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ യെസ് ആണെങ്കിൽ യെസ് പറയുന്നതിൽ കൂടെ കിട്ടുന്ന അക്സെപ്റ്റൻസും അല്ലെങ്കിൽ കിട്ടുന്ന ഹെയ്റ്റും വളരെ ബിഗാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി നിമിഷം വരെ ഇതിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ കക്ക പറയുന്ന രീതിയിലാണ് ഇപ്പോൾ വീഡിയോ പോകുന്നത്. എന്തായാലും ഇന്നലെ രേണുവിൻ കുറേ കാലത്തിന് ശേഷം ആളുടെ അടുത്ത ഷോർട്ട് ഫിലിമിൻ്റെ വർക്ക് സ്റ്റാർട്ടാവുകയാണ്. അതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ പോയി ഇങ്ങനെ ഈ ഒരു വിഷയത്തെ പറ്റി കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രേണു എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദാറ്റ്. ഇപ്പോൾ ചേച്ചിക്കെതിരെ വരുന്ന പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്റെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. രേണു ഇവിടെ പറഞ്ഞത് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ വന്ന് പറയും എന്നുള്ളൊരു സാധനമാണ് ഈ ഒരു വിഷയത്തിൽ രേണു സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഞാൻ ആലോചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാണ്ട് നിൽക്കുന്നത് എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. വേറെ പല രോഗങ്ങൾ പോലെയല്ല, ഈ ഒരു പെർട്ടിക്കുലർ രോഗം ഒരാൾക്കുണ്ട് എന്ന് തുറന്ന് പറയുന്നതിൽ ഒരിക്കലും പേടിക്കേണ്ടയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ എൻ്റെ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെ ഒരു ലേഡി, ഐ തിങ്ക് എ ലേഡി ഇട്ട ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചു. അവർക്ക് രോഗമുണ്ട് എന്നുള്ള കാര്യം അവർ തുറന്നു പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലടാ, ഒരു ആവശ്യമില്ല. രോഗമുണ്ട് എന്ന് തുറന്നു പറയേണ്ട ആവശ്യമേ ഇല്ല. രേണുവിന് അങ്ങനെ രോഗമുണ്ടെങ്കിൽ വരാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ അത് കോൺഫിഡൻഷ്യലാക്കി വെക്കാനാണ് രേണുവിന് ആഗ്രഹമെങ്കിൽ രേണുവിന് അങ്ങനെ തന്നെ വെക്കാം. ഓക്കെ. പിന്നെ രേണു എന്ത് ചെയ്യണം? ഇവിടെ വേറെ പല ചോദ്യങ്ങൾക്കും അയ്യോ എനിക്കൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞ് സ്കിപ്പ് അടിക്കുന്ന നേരം ഈ ചോദ്യങ്ങൾക്കും സ്കിപ്പ് അടിക്കണമായിരുന്നു. ഇനി അങ്ങോട്ട് നോക്കിയോ, ഒരു 3-4 ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവാൻ പോകുന്ന, അല്ലെങ്കിൽ രേണു തന്നെ ഇത് വെച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണിത്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു രോഗം ഉണ്ടാവാതിരിക്കട്ടെ. ഇനി അങ്ങനെ ഒരു രോഗം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു കണ്ടന്റ് ആക്കാണ്ട് വളരെ ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, റെസ്റ്റ് എടുക്കുക, ഹെൽത്തി ആവുക, തിരിച്ചു വരിക. ഇനി അതിൻ്റെ ഭാഗമായി അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് പ്രൈമറി എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ആണ് എന്നുള്ള മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു രോഗമില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ രോഗത്തെ ഒരു കണ്ടൻ്റാക്കി മാറ്റരുത്. ഒറ്റ വേടിൽ എനിക്കങ്ങനെ ഒരു രോഗമില്ല, ഇവിടം കൊണ്ട് ഈ വിഷയം അവസാനിപ്പിച്ചോ എന്ന് പറയണം. ബാക്കിയുള്ള പല വിഷയങ്ങളും കണ്ടൻ്റായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയും ഡിസ്കഷനും ആവുന്ന സമയത്ത് ഇതങ്ങനെ ഒരു ഫണ്ണി കണ്ടൻ്റ് ആക്കേണ്ട ഒരു സാധനമല്ല. അത്രയ്ക്ക് ഒരുപാട് ഈ ലോകത്ത് ജനിച്ച് വീഴുന്ന കുറച്ച് കാലമായിട്ടുള്ള കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ അനുഭവിക്കുന്നതാണ്. MVR ക്യാൻസർ സെൻറ്ററിലൊക്കെ ഒരു തവണയെങ്കിലും പോകണം, അപ്പോഴേ നമുക്ക് ഈ രോഗത്തിൻ്റെ ഒരു സിവിയറിറ്റി മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു കണ്ടൻ്റാക്കി മാറ്റരുത് എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ പേര് പറഞ്ഞത് ഇത് ഫേക്കാന്ന്, കുറെ പേര് പറയുന്നുണ്ട്, അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന കുറെ ആൾക്കാർ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറൊരു ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പം എന്നെ അതിനെപ്പറ്റി പറഞ്ഞു, നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്, ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരണ്ടേ. രേണു പറയുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവൻ രേണുവിന് വേണ്ടി വീഡിയോ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപോലെ പറഞ്ഞത്. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ ഓഫ്കോഴ്സ് രേണുസുതി ചെയ്യുന്ന പ്രവൃത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ ആൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടന്റ് വന്ന സമയത്ത് വിത്ത് റെസ്പെക്ട്ഫുള്ളി ഞാൻ ഇപ്പോഴും ഈ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനി അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പോൾ രേണുസുതി റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു കോണ്ടന്റ് ഇടുന്നുണ്ട് എന്ന് കരുതി രേണുസുതിനോട് നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയുമില്ല, ഒരു പരിഭവമില്ല. വീഡിയോ ഇടുന്നു, കണ്ടന്റ് കഴിയുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളും ഇങ്ങനെയൊന്നും ആഗ്രഹിക്കില്ല. ഇപ്പോൾ ഈ നേരത്തെ ഈ മീഡിയക്കാരൻ അതിൻ്റെ ഇടയിൽ എന്തോ ഒരു കമൻറ്റ് പറഞ്ഞത് ഞാൻ കേട്ടു, അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയ്ക്ക് ദുഷിച്ച മനസ്സ് ഈ ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള മുകളിലുള്ള ദൈവം കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ദൈവവിശ്വാസിയാണ്, ഐ ബിലീവ് ഇൻ ഗോഡ്. കാരണം എനിക്ക് എന്തോ ഒരു മുകളിലൊരു പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതിനുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കൊടുക്കും എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലുണ്ട് എന്ന് തന്നെ പറയണം. ഒരിക്കലും ഇതൊരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ആക്കി വിടരുത് എന്നേ പറയാനുള്ളൂ. ഇവിടെ പുതിയ വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാം. പുതിയ വിശേഷം എന്നാ, ഞാൻ ഭയങ്കര വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇത് തന്നെയല്ലേ, ഞാൻ കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചൂടാ വന്നിരിക്കുന്നത്, പുതിയ കളികൾ കാണാനും കളിപ്പിക്കാനും ഒക്കെ. എന്തായാലും ഷോർട്ട് മൂവി ഒരു നല്ല വിജയം. സത്യം പറയാം, രേണുസുതിയുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഈ മറുപടി കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന 2 ചോദ്യങ്ങളുണ്ട്. ഈ 2 ചോദ്യങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോട് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ആദ്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഹെയ്റ്റ് കളയാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രാമ കേസാണോ ഇത്? ആൻഡ് സെക്കൻഡ് തിങ്, ഇങ്ങനൊരു രോഗിയാണെങ്കിൽ പ്രൈമറി എയിം എന്ന് പറയുന്നത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും, ഈവൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം, മെഡിസിനും അതും ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്ര ആക്റ്റീവായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഫേസിൽ നിൽക്കാൻ സാധിക്കില്ല.
അതിൻ്റെതായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ടൊന്നും രേണുവിൽ കണ്ടിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് തിങ് സബ്സ്ക്രിപ്ഷനിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ബിന്ദുചൂഡന് വീണ്ടും വരാൻ വേണ്ടി ഹെയ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒന്നാണോ ഇത് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. പല കാര്യങ്ങളും നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചേ പറ്റത്തുള്ളൂ. പല കാര്യങ്ങളും പിന്നെ അത് എന്താ പറയുക, എല്ലാം ഇപ്പം വെട്ടി തുറന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയണോ നമ്മൾ നേരിട്ട് തന്നെ പറഞ്ഞ്, അതായത് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട്, അവരുടെ അടുത്ത് എനിക്ക് നേരിട്ട് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് അത് പറഞ്ഞിരിക്കും. അതിന്റെ പുറത്തൂടെ കീറി ഫയർ ചെയ്യേണ്ട കാര്യമൊന്നും ആർക്കും ഇല്ല. എന്തായാലും എന്തുണ്ടെങ്കിലും അത് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സപ്പോസ് എനിക്ക് എന്തെങ്കിലും പറയാൻ പ്രേക്ഷകരുടെ അടുത്തുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പറഞ്ഞു. അത് തന്നെ രേണുവിൻ്റെ അടുത്ത് പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകരെടുത്ത് നേരിട്ട് രേണു സംസാരിക്കുക. ഒരു കുഞ്ഞ് കമൻറ്റിന് വരെ റിപ്ലൈ ചെയ്യുന്ന, 24/7 സ്റ്റോറി ഇടുന്ന, സബ്സ്ക്രിപ്ഷനിൽ ലൈവ് വരുന്ന രേണുവിന് ഇന്ന് ഈവൻ ഇതിൽ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, ലക്ഷ്മി നക്ഷത്രേൻ്റെ വീഡിയോ. അവരൊക്കെ രേണുവിനെ കോണ്ടാക്ട് ചെയ്ത് രേണുവിന് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് എന്താണ് രേണു ഓക്കെ ആണോ എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഏത് മനുഷ്യനും ചോദിക്കും. അപ്പോൾ ഒരിക്കലും വലിച്ചു നീട്ടാണ്ട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. ഇനി പറയാൻ ആഗ്രഹമില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം, രേണുവിൻ്റെ പ്രൈവസിയാണ്, രേണു ഞാൻ കീപ്പ് ചെയ്യാം. പക്ഷെ ഇതൊരു കണ്ടന്റാക്കി സോഷ്യൽ മീഡിയയിൽ ഇനി ഓടിക്കരുത്. സ്കിപ്പ്. രേണു പതിവിൽ ഹാപ്പി ആണല്ലോ, വളരെ ഹാപ്പിയാണ്. കാരണം എന്താ പറയാ, നമ്മളെ പറ്റി കുറെ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ഒരു മനസ്സിന്റെ ആരോഗ്യത്തിനെല്ലാം നമുക്ക് അല്ലേ, നമ്മുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന നമ്മുടെ മൈൻഡും ആരോഗ്യവും എല്ലാം അതിൽ ബാധിക്കും. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുക ഒരു ചൊല്ലുണ്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് രേണുവിന് ഇങ്ങനെ പല കാര്യങ്ങളും അല്ലേ ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ. ഒന്നായി, രണ്ടായി, മൂന്നായി. ഞാനെന്നാ കുറച്ച് സോഷ്യൽ മീഡിയയിൽ മാറി നിന്നാലും എന്നെ വിടത്തില്ല, ലൈവ് ലീക്കായി. അതെ അതെ. ഇവിടെ എനിക്ക് രേണുവിനോട് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്. ഇതൊരു അലിഗേഷനായി രേണുവിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റായി രേണുവിന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് രേണുവിനെ കുറിച്ച് പറഞ്ഞ ആൾക്ക് എഗെയിൻസ്റ്റ് രേണു സുധി എന്ന് പറയുന്ന നിങ്ങൾ നിർബന്ധമായിട്ടും കേസ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനിവിടെ പറഞ്ഞു കൊത്തി 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 മുറത്ത് കയറി കൊത്തി. ഈ കൊത്താനുള്ള അവസരം ആരിട്ട് കൊടുത്തു? അല്ലെങ്കിൽ ആ കൊത്തൽ ഇവിടെ നിർത്തണമായിരുന്നു, ഈ ഒരു ടോപ്പിക് ഇവിടെ നിർത്തണമായിരുന്നു. കാരണം ഇല്ലാത്തൊരു അസുഖം നമ്മളെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ രേണുവിൻ്റെ വർത്തമാനത്തിൽ നിന്ന് അങ്ങനെയാണ് പോകുന്നത്, പറയുകയാണെങ്കിൽ എങ്ങനെ കേട്ട് നിൽക്കാൻ പറ്റും? എനിക്കറിയേയില്ല. ഞാനത് കേട്ട ആ ഒരു പോയിന്റിൽ ഞാൻ തന്നെ ദൈവമേ അങ്ങനെ ഒരു സിറ്റുവേഷൻ രേണു ഉണ്ടാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചേ. പക്ഷെ രേണു ഇത് എനിക്കതാ മനസ്സിലാവാത്തത്. ഒരൊറ്റ സ്റ്റോറിയിൽ തീർക്കേണ്ട ഒരു കോൺട്രവേഴ്സി, അല്ലെങ്കിൽ ഒറ്റ പോസ്റ്റിൽ തീർക്കേണ്ട ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ഡേ ആയി. ഇനി ഇത് എത്ര ഡേ പോവും എന്നുള്ളത് അറിയില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, എനിക്ക് അതേ പറയാനുള്ളൂ, വരാതിരിക്കട്ടെ. ഇനി ഉണ്ടെങ്കിൽ പ്രൈമറി എയിം ട്രീറ്റ്മെൻറ്റ് ആവണം, ഷോർട്ട് ഫിലിം ആവരുത്. ഇനി ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ക്ലിപ്പിംഗ് ഞാൻ കാണിച്ചു തരാം. ക്യാൻസർ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു. ഞാൻ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓൺലൈനിൽ മൊത്തം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ രേണുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ലൈക്ക് നോട്ട് റീച്ചബിൾ ആണ് കിട്ടിയിട്ടുള്ളത്. രേണുവിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇപ്പം ഫോൺ എൻ്റെ കയ്യിലില്ല, ഫോണല്ലേ ഒന്ന് എടുത്തു. അപ്പോൾ റിപ്ലൈ എന്തായാലും വരും. ഞാനും ആക്ച്വലി ലൈക്ക് ഭയങ്കരമായിട്ട് ഓൺലൈനിൽ കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് അതൊക്കെ ചിലപ്പം സോഷ്യൽ മീഡിയ ഓരോന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് രേണുവിൻ്റെ റിപ്ലൈ വരട്ടെ. ഇപ്പം കഴിഞ്ഞൊരു 3 മണിക്കൂറായിട്ട് ഇനോഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഫോൺ നോക്കിയിട്ടില്ല, ഫോൺ അവിടെ വെച്ചിരിക്കുക. അങ്ങനെ കേട്ടോ, അറിയില്ല. പിന്നെ ലൈക്ക് പലർക്കും പലതും പറയാലോ, സത്യാവസ്ഥ അവർക്ക് മാത്രമല്ല അറിയൂ. ഇത്രയും ആൾക്കാർ വരെ ഈ രേണുസുതിയും ലക്ഷ്മി നക്ഷത്രയും തമ്മിൽ വലിയൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ആ ലക്ഷ്മി നക്ഷത്ര ഒരു എഫോർട്ട് എടുത്തുകൊണ്ട് രേണുവിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഈ രോഗത്തിൻ്റെ ഇൻറ്റൻസിറ്റീനെ കുറിച്ചിട്ടോ അല്ലെ സിവിയറിറ്റീനെ കുറിച്ചോ മനസ്സിലാക്കിയിട്ടാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു വിഷയം ഇത്രത്തോളം ഡിസ്കഷൻ ആവാനുള്ള റീസൺ ആ രോഗത്തിൻ്റെ സിവിയറിറ്റി അറിയുന്നത് കൊണ്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ കൂടെ വീണ്ടും ഞാൻ സംസാരിക്കുന്നതല്ല, ഈ ഒരു വിഷയത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് രേണു മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇനി ഇത് ഫ്രണ്ടോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നോ എന്നൊരു ആൻസർ ആണെങ്കിൽ
ഇതൊരു കണ്ടന്റ് ആക്കി രേണു എന്ന് രേണു കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഒരൊറ്റ സാധനം കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ വേഗം അവസാനിപ്പിക്കാം. കിച്ചു രേണുവിനെ പിന്നീട് വിളിക്കുകയോ രേണു വിളിക്കുകയോ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം? എന്റെ പൊന്ന് ചേട്ടാ എന്നോട് ചോദിക്കരുത്, ദയവ് ചെയ്ത് ആ വിഷയം എന്നോട് ചോദിക്കരുത്. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. കിച്ചു ഇപ്പൊ കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല ചേച്ചി ഒന്നും? എന്റെ പൊന്ന് ചോദിക്കരുത്, എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. ആ ഒരു ചോദ്യത്തിന് രേണു കൊടുത്തൊരു മറുപടി ഉണ്ട്, എൻ്റെ പൊന്നു ചേട്ടാ എന്നോടൊന്നും ചോദിക്കല്ലേ എന്നുള്ളത്. പല വിഷയങ്ങളിലും ഈ ഒരു റെസ്പോൺസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രത്തോളം ഹെയ്റ്റോ ഇത്രത്തോളം കോൺട്രവേഴ്സിയോ ഇത്രയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അലിഗേഷനോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇത്രയും വീഡിയോ ക്ലിപ്പിംഗ് ഇട്ടത് ഇത്രയും ക്ലിപ്പിങ്ങിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്ത ഒരു വിഷയം രേണു സുധിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരൊറ്റ വേർഡിൽ കൂടെ തീർക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ 2 ദിവസത്തെ കണ്ടന്റ്, 3 ദിവസത്തെ കണ്ടന്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് ഇതിനൊരു അവസാനം വരും എന്നുള്ളത് കണ്ടറിയാം. വീണ്ടും ഞാൻ പറയുകയാണ്, ഇഫ് ഇറ്റ് യെസ് ഗോ ആൻഡ് ടേക്ക് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ്. ഇഫ് ഇറ്റ്സ് നോ ജസ്റ്റ് കൺവേ ദ ഫാക്ട്. വരാതിരിക്കട്ടെ, ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ദാറ്റ്സ് ഇറ്റ്.